ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് പിന്നാലെ അമേരിക്കയ്ക്കെതിരായ ഇറാന്റെ ശക്തമായ പ്രതികരണങ്ങൾ അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അമേരിക്കയ്ക്കെതിരെ പ്രതികാരം ചെയ്യുമെന്നും തങ്ങളുടെ ആണവ പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും നിർത്തില്ലെന്നും പ്രഖ്യാപിച്ചത് മേഖലയിലെ സംഘർഷാവസ്ഥ കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു വിശദമായ വിശകലനമാണ് ഇവിടെ നൽകുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളാണ് ഇപ്പോഴത്തെ സംഘർഷങ്ങൾക്ക് പ്രധാനപ്പെട്ടൊരു കാരണം. ഈ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ലെങ്കിലും അമേരിക്കയുടെ പങ്ക് സംബന്ധിച്ച സൂചനകൾ ശക്തമാണ്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെ അറിയിച്ചത് അമേരിക്കയ്ക്കെതിരെ ശക്തമായ പ്രതികാരം ഉണ്ടാകുമെന്നാണ്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ ഉന്നത ഉപദേഷ്ടാവ് കളി അവസാനിച്ചിട്ടില്ല എന്ന് മുന്നറിയിപ്പ് നൽകുകയും മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമിടുമെന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. ഇത് വ്യക്തമാക്കുന്നത് ഇറാൻ ഈ ആക്രമണങ്ങളെ നിസ്സാരമായി കാണുന്നില്ലെന്നും ശക്തമായ തിരിച്ചടിക്ക് ഒരുങ്ങുന്നുവെന്നുമാണ്. ഇറാന്റെ ആണവ പരിപാടികൾ സംബന്ധിച്ച അവരുടെ നിലപാടിൽ യാതൊരു മാറ്റവുമില്ലെന്ന് പെസഷ്കിയാൻ വ്യക്തമാക്കിയത് ശ്രദ്ധേയമാണ്. ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് ശേഷവും തങ്ങളുടെ ആണവ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് അവർ പ്രഖ്യാപിച്ചു. ഇത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആശങ്കകൾ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. ആണവ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ആണവ നിലയങ്ങളിൽ കൂടുതൽ സംരക്ഷണം ഏർപ്പെടുത്തുമെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ഇസ്രയേലിനെതിരെ കൂടുതൽ വിനാശകരമായ പ്രതികരണം ഉണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് എസ്മയിൽ ബഖായി എക്സിൽ കുറിച്ചത് ഒരു ആണവായുധമില്ലാത്ത രാജ്യത്തിനെതിരെ ആണവായുധം കൈവശം വെച്ചിരിക്കുന്ന ഒരു രാഷ്ട്രം നടത്തുന്ന മനസാക്ഷിയില്ലാത്ത ആക്രമണ പ്രവൃത്തിയാണ് ഇത് എന്നാണ്. ഇത് വ്യക്തമാക്കുന്നത് ഈ ആക്രമണങ്ങളെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായി ഇറാൻ കാണുന്നുവെന്നാണ്. തങ്ങളുടെ ദേശീയ പരമാധികാരം, പ്രാദേശിക സമഗ്രത, ദേശീയ സുരക്ഷ എന്നിവയെ ആവശ്യമായ എല്ലാ മാർഗങ്ങളിലൂടെയും സംരക്ഷിക്കാൻ ഇറാൻ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾക്ക് ശേഷം ട്രംപ് ഭരണകൂടം ഇറാനുമായി ചർച്ചകൾ തുടരാനും ദീർഘകാല യുദ്ധം ഒഴിവാക്കാനുമുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചത് ശ്രദ്ധേയമാണ്. വൈസ് പ്രസിഡന്റ്, പെന്റഗൺ മേധാവി, ഉന്നത സൈനിക ഉപദേഷ്ടാവ്, സ്റ്റേറ്റ് സെക്രട്ടറി എന്നിവർ ഇത് സംബന്ധിച്ച് കൂടിക്കാഴ്ചയും നടത്തി. അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെറ്റ് ഒരു വാർത്താ സമ്മേളനത്തിൽ ഇറാനുമായി യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും വ്യക്തമാക്കുകയും ചെയ്തു. ഇറാന്റെ സൈനിക ശേഷിയുടെ അഭാവം അവരെ സമാധാന ചർച്ചകൾക്ക് പ്രേരിപ്പിക്കുന്നുവെന്നാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ. ഇത് അമേരിക്കയുടെ തന്ത്രപരമായ നീക്കത്തെ സൂചിപ്പിക്കുന്നുമുണ്ട്. ഒരു ഭാഗത്ത് ആക്രമണങ്ങളിലൂടെ സമ്മർദ്ദം ചെലുത്തുകയും മറുഭാഗത്ത് ചർച്ചകൾക്ക് വാതിൽ തുറന്നിടുകയും ചെയ്യുക എന്ന തന്ത്രമാണിത്. എന്നാൽ ഇറാന്റെ ശക്തമായ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ സമ്മർദ്ദ തന്ത്രം എത്രത്തോളം ഫലപ്രദമാകുമെന്ന് കണ്ടറിയണമെന്നതാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം പതിറ്റാണ്ടുകളായി സംഘർഷഭരിതമാണ്. 1979 ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം ഈ ബന്ധം കൂടുതൽ വഷളായി. ഇറാന്റെ ആണവ പദ്ധതിയാണ് സമീപകാലത്തെ പ്രധാന സംഘർഷ വിഷയം. ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് അമേരിക്കയും സഖ്യകക്ഷികളും ആരോപിക്കുന്നുണ്ട്. എന്നാൽ തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്കാണെന്ന് ഇറാൻ ആവർത്തിച്ചു പറയുന്നുണ്ട്. 2015 ഒപ്പുവെച്ച JCPOA അഥവാ ഇറാൻ ആണവ കരാർ ഈ സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള ഒരു ശ്രമമായിരുന്നു. എന്നാൽ ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾക്ക് പരിധി നിശ്ചയിക്കുകയും പകരം അവർക്ക് മേലുള്ള അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നീക്കുകയും ചെയ്യുക എന്നതായിരുന്നു കരാറിന്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ 2018 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കരാറിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറുകയും ഇറാനുമേൽ വീണ്ടും ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ഇത് ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കുകയും കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ച് ആണവ പ്രവർത്തനങ്ങൾ തുടരാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷവും ഈ മേഖലയിലെ സ്ഥിതി വഷളാക്കുന്നുണ്ട്. ഇസ്രയേൽ ഇറാനെ ഒരു വലിയ ഭീഷണിയായി കാണുന്നു. ഇറാന്റെ ആണവ പദ്ധതിയെയും മേഖലയിലെ അവരുടെ സ്വാധീനത്തെയും ഇസ്രയേൽ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. സിറിയയിലും മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും ഇരുവരും തമ്മിൽ നിഴൽ യുദ്ധം നടക്കുന്നുമുണ്ട്. നിലവിലെ സാഹചര്യം ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര സമൂഹത്തിനുണ്ട്. ഇറാന്റെ പ്രതികാര ഭീഷണികളും അമേരിക്കയുടെ സമാധാന ചർച്ചാ ശ്രമങ്ങളും ഒരുമിച്ച് കാണുമ്പോൾ
ഇരു രാജ്യങ്ങളും ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്താൻ ശ്രമിക്കുകയാണെന്നും മനസ്സിലാക്കാം. സംഘർഷം വർദ്ധിക്കാൻ സാധ്യതയും ഏറെയാണ്. ഇറാൻ അവരുടെ പ്രതികാര ഭീഷണികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് മേഖലയിൽ വലിയ സംഘർഷങ്ങൾക്ക് വഴിവെച്ചേക്കാം. അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ശക്തമായ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ചർച്ചാ സന്നദ്ധത ഒരു നല്ല സൂചനയാണ്. എന്നാൽ ഇറാൻ ചർച്ചകൾക്ക് തയ്യാറാകുമോ എന്നതും അവരുടെ രാഷ്ട്രീയ നിലപാടുകളെ ആശ്രയിച്ചിരിക്കും. ആണവ കരാറിലേക്ക് മടങ്ങി വരിക എന്നത് ഒരു പ്രധാന വിഷയമായേക്കാം. UN, യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ അന്താരാഷ്ട്ര സംഘടനകൾക്ക് ഈ സാഹചര്യത്തിൽ ഒരു മധ്യസ്ഥന്റെ പങ്ക് വഹിക്കാൻ സാധിക്കും. സംഭാഷണങ്ങളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സമ്മർദ്ദം ചെലുത്താൻ അവർക്ക് കഴിയും. മേഖലയിലെ ഏതൊരു സംഘർഷവും ആഗോള എണ്ണ വിപണിയെയും സാമ്പത്തിക സ്ഥിതിയെയും സാരമായി ബാധിക്കുകയും ചെയ്യും. ഇത് ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കാനുള്ള ഒരു സാധ്യത കൂടിയാണ്. മൊത്തത്തിൽ ഇറാൻ അമേരിക്കൻ ബന്ധം ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഇരു രാജ്യങ്ങളും എടുക്കുന്ന തീരുമാനങ്ങൾ മിഡിൽ ഈസ്റ്റിലെയും ലോകത്തിലെയും സമാധാനത്തെയും വലിയ തോതിൽ സ്വാധീനിക്കും. നയതന്ത്രപരമായ സമീപനത്തിലൂടെയും സംഭാഷണങ്ങളിലൂടെയും മാത്രമേ ഈ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ സാധിക്കൂ.